പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വീടിൻ്റെ കാര്യം തന്നെ പറയാം. മെയിനായിട്ട് കെട്ടിടം എന്ന് ഉദ്ദേശിക്കുന്നത് വീട് തന്നെയാണ്. ഞാനിവിടെ സ്പെഷ്യലൈസായിട്ട് എല്ലാ എപ്പിസോഡുകളിലും പറയുന്നത്. സാധാരണക്കാരനെ ഉദ്ദേശിച്ച് മാത്രമുള്ള ഒരു ചാനലാണ്. അവർക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെയും അതേപോലെ തന്നെ പുതിയ കെ സ്മാർട്ട് എന്ന സിസ്റ്റം വഴി വന്ന മാറ്റങ്ങളെപ്പറ്റിയും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോയും ചെയ്യുന്നത്. അതായത് എല്ലാവരും പെർമിറ്റ് എടുത്തിട്ടായിരിക്കും വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ വീടിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം നമുക്ക് വീടിൻ്റെ നമ്പറിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നേരത്തെ കൊടുത്ത ഒരു സിസ്റ്റത്തിലല്ല ഇപ്പോൾ വീട്ടു നമ്പർ കൊടുക്കാൻ അപേക്ഷിക്കേണ്ടത്. റൂളൊക്കെ അത് തന്നെയാണ്, പക്ഷേ സിസ്റ്റം മാറ്റമാണ്. അതായത് രീതി മാറ്റമാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എങ്ങനെ കെട്ടിട നമ്പറിന് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. നേരത്തെ ആണെങ്കിൽ ഒരു ലൈസൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് കെ സ്മാർട്ട് വഴി ആയതിനാൽ ഉടമയുടെ, അതായത് പെർമിറ്റിൻ്റെ ഉടമയുടെ സഹകരണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ കെട്ടിട നമ്പർ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതിനെപ്പറ്റി വിശദീകരിച്ച് ഈ എപ്പിസോഡിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അല്ല, ഇതെന്താ ഇങ്ങനെ ഓടിക്കതിച്ച് വരുന്നത്? ആ ഫയലൊക്കെ എടുത്തിട്ടാണല്ലോ. വീട്ടിൻ്റെ നമ്പർ കൊടുക്കാനായോ? തീരുമാനിച്ചോ കൊടുക്കാൻ? ഒന്നും പറയണ്ട, എനിക്കിപ്പം വീട്ടിന്റെ നമ്പർ കൊടുക്കണം. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊന്ന് ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്ക് എൻ്റെ ലോണിന്റെ ലാസ്റ്റ് ഗഡു പാസ്സാക്കി തരാമെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം തന്നെ എങ്ങനെയെങ്കിലും നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കണം. പെട്ടെന്ന് കിട്ടില്ലേ നമ്പർ? എങ്ങനെയാണ്? നിങ്ങൾ വിചാരിച്ച പോലെ അന്ന് ജനുവരിയിലായിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു വീട്ടു നമ്പർ. ഇപ്പം കെ സ്മാർട്ട് എന്നുള്ള ഒരു ഏകീകരണ സോഫ്റ്റ്വെയർ വഴിയാണ് വീട്ടിൻ്റെ നമ്പറിനൊക്കെ കൊടുക്കേണ്ടത് അപേക്ഷ. അപ്പോൾ നിലവിൽ നിങ്ങളെ വീട് എൻ്റെ സൂപ്പർവിഷനിലാണല്ലോ അത് നടന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ അഡീഷണലായിട്ടോ കുറക്കാനോ കൂട്ടാനോ ഒന്നുമില്ല. അപ്പോൾ വീടെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു, എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു സങ്കേതം എന്നുള്ള സോഫ്റ്റ്വെയർ വഴിയാണ് നിങ്ങൾക്ക് പെർമിറ്റ് എടുത്തു തന്നെ. ഇനിയിപ്പോൾ സങ്കേതം എന്നുള്ള സോഫ്റ്റ്വെയറിലുള്ള പെർമിറ്റ് നമുക്ക് കെ സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതായത് അപ്പുറത്തെ ഫയലിൽ നിന്ന് ഇപ്പുറത്തെ ഫയലിലേക്ക് കൊണ്ടുവരാം. അത് പഞ്ചായത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡിലേ ആവുന്നത്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അവർ ചെയ്തു തരും, ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട്. അത് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മാസം കൊണ്ട്, ഈ മാസം തന്നെ നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ സ്മാർട്ട് എന്നുള്ള സിസ്റ്റം എല്ലാവരും പഠിച്ചു വരുന്നതാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും പഞ്ചായത്തുള്ളവർക്ക് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഒരു ഡിലേ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പേപ്പറിൽ മാത്രം പോരാ കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞില്ല, സിസ്റ്റം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണം, നിങ്ങൾ ആ ഫയലിൽ ഒന്ന് നോക്ക് ഏതൊക്കെ ഇപ്പോൾ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്. എപ്പോഴായിരുന്നു നമ്മൾ പെർമിറ്റ് എടുത്തത്? 2021 അപ്പോൾ 2021 പെർമിറ്റ് എടുക്കുമ്പോൾ ആ പെർമിറ്റിൻ്റെ ഫയൽ നിങ്ങൾ പഞ്ചായത്തിൽ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുമ്പോൾ ഒരു ഫീസ് അടച്ചിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻ ഫീസ്. അതിൻ്റെ രസീതി വേണം. പിന്നെ പെർമിറ്റ് ഫീസ് അടച്ചതിൻ്റെ രസീതി വേണം. പിന്നെ ലോൺ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒറിജിനൽ രേഖ ബാങ്കിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രേഖയുടെ, അതായത് ആധാരത്തിൻ്റെ ഫോട്ടോ കോപ്പിയിൽ ബാങ്കിൽ നിന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒറിജിനൽ ഡോക്യുമെൻ്റ് അവിടെയാണ് ഉള്ളതെന്നുള്ള ഒരു സീലടിച്ച് മാനേജറുടെ ഒപ്പ് ആ ഫോട്ടോ കോപ്പിയിൽ വാങ്ങിച്ചിട്ട് വന്നാൽ മതി. അതുതന്നെയാണ് അറ്റസ്റ്റേഷൻ. പിന്നെ ആവശ്യമുള്ളത് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ ലാൻഡ് ടാക്സ് പുതിയതാണ്, രണ്ടും പുതിയതുമാണ്.
പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അപ്രൂവ്ഡ് പെർമിറ്റ് അതിൻ്റെ കോപ്പി. അത് ആ പെർമിറ്റിൻ്റെ കോപ്പി ഇല്ലെങ്കിൽ നമുക്കിവിടെ സങ്കേതം എന്നുള്ള അതിൻ്റെ അകത്ത് ഞാനാണല്ലോ ചെയ്തത്, അപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്രൂവ്ഡ് ബിൽഡിംഗ് പ്ലാൻ അതും എൻ്റെ അടുക്ക സിസ്റ്റത്തിലുണ്ടാവും. പിന്നെ അപ്രൂവ്ഡ് സൈറ്റ് പ്ലാൻ അതും കിട്ടും സിസ്റ്റത്തിൽ. പിന്നെ അപ്രൂവ്ഡ് സർവീസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അത് ഒരെണ്ണം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ല സങ്കേതം വഴി, പക്ഷേ അതിൻ്റെ കോപ്പി ഇവിടെ സിസ്റ്റത്തിൽ കാണും. അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നോക്കാം. പിന്നെ അപ്രൂവ്ഡ് യൂട്ടിലിറ്റി ഡ്രോയിങ് അതും അപ്രൂവ് ചെയ്തിട്ട് സാധാരണഗതിയിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കാറില്ല. ഈ ഓൺലൈനിൽ ചെയ്യുന്ന കാലം മുതൽ, അതായത് എന്ന് പറഞ്ഞാൽ ഈ സങ്കേതത്തിൽ കൂടി അത് ലഭിക്കാറില്ല. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ കോപ്പി ഇതിൽ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലുമായിട്ട് ഇവിടെ വരിക. ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാൻ. അതിനുശേഷം ഞങ്ങളുടെ അക്കൗണ്ട് ത്രൂ ആണ് നിങ്ങൾക്ക് ഈ ഇമ്പോർട്ട് പെർമിറ്റ് എന്നുള്ളത് അപ്ലൈ ചെയ്യണം. പക്ഷേ കൂടെ നിങ്ങളും കൂടി വേണം. ഇടയ്ക്കിടയ്ക്ക് OTP വരും. അപ്പോൾ OTP പറഞ്ഞു തരാൻ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഓഫീസിൽ വേണം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള സങ്കേതത്തിൽ നിന്ന് KSmart എന്ന പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് ആ ഫയൽ അവർ മാറ്റിത്തരും. അത് എന്നാണോ മാറ്റി കിട്ടുന്നത് അതിന് ശേഷം മാത്രമേ നമുക്ക് കംപ്ലീഷൻ പ്ലാന് കൊടുക്കാനുള്ള പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നാളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കംപ്ലീഷൻ കൊടുക്കാം. അതേസമയം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവർ നമുക്ക് തരുന്നതെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് ഡിപ്പെൻഡിങ് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ ഓടിച്ചാടി വന്നിട്ട് എനിക്കിപ്പം കംപ്ലീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈസൻസിക്കും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതായത് KSmart വഴി എടുത്ത പെർമിറ്റിന് KSmart വഴി കംപ്ലീഷൻ കൊടുക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതേസമയം മറ്റുള്ള സോഫ്റ്റ്വെയറിൽ കൂടി എടുത്ത പെർമിറ്റിന് കംപ്ലീഷൻ കൊടുക്കുക എന്നുള്ളത് കുറച്ച് ടൈം ഡിലേ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സാധാരണക്കാരായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ കുഴപ്പമല്ല, അത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനി കംപ്ലീഷൻ കൊടുക്കുമ്പോഴും ഏകദേശം നിങ്ങളെ സാന്നിധ്യം ഇവിടെ ഓഫീസിൽ വേണം. അരമണിക്കൂറെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കംപ്ലീഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ആ കംപ്ലീഷൻ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കംപ്ലീഷൻ കൊടുക്കുന്ന സമയത്ത്, അതായത് ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലേബർ സെസ്, വൺ ടൈം ടാക്സ് എന്നുള്ളത് അടക്കാനുള്ള ഒരു സജ്ജീകരണത്തിലേക്ക് നിങ്ങൾ നീങ്ങണം. അത് അടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഒക്കുപ്പൻസി കിട്ടിയതിന് ശേഷം അടച്ചാൽ മതി. പക്ഷേ പെട്ടെന്ന് ഒക്കുപ്പൻസി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആ തുക അടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടി ആയിരിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീഷൻ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. ഇനി കംപ്ലീഷൻ കൊടുത്തു, നമുക്ക് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്ത് കിട്ടി, അതിനുശേഷം വീടിൻ്റെ കംപ്ലീഷൻ, അതായത് നമ്പറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നതിന് അനുബന്ധിച്ചിട്ട് കംപ്ലീഷൻ കൊടുക്കണം. അപ്പോൾ കംപ്ലീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓവർസിയർ നിങ്ങളെ വീട് സന്ദർശിച്ച് എല്ലാം ക്ലിയറാണ് എന്ന് നോട്ട് ചെയ്തു കംപ്ലീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യും. ആർക്ക്? സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്യും. പിന്നെ പഞ്ചായത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത് നമ്പറല്ല കിട്ടും. ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്തിട്ട് തരുകയില്ല. അപ്പോൾ ഒക്കുപ്പൻസി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ലൈസൻസിയുടെ സഹായം അവസാനിച്ചു എന്ന് വെച്ചിട്ട് എൻ്റെ സഹായം നിങ്ങൾക്ക് അവസാനിക്കുന്നില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പിന്നെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ലേബർ സെസ് അടക്കണം. അതുപോലെ തന്നെ വില്ലേജിലുള്ള വൺ ടൈം ടാക്സും അടക്കണം. അത് അടച്ച് അതിൻ്റെ രസീതി കൂടി സിറ്റിസൺ ലോഗിൻ വഴി
പഞ്ചായത്തിൽ വീണ്ടും, അതായത് ടാക്സ് അസസ്മെൻ്റ് എന്നുള്ള പ്രോസസ്സിങ്ങിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നമ്പർ, കെട്ടിടത്തിൻ്റെ നമ്പർ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ സിറ്റിസൺ ലോഗിൻ സാധാരണഗതിയിൽ പിന്നെ സിറ്റിസണായ നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അക്ഷയെന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുക. അപ്പോൾ അക്ഷയയിലും സാധാരണ ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളില്ലെങ്കിൽ നമ്മൾ ലൈസൻസ് തന്നെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ടെൻഷൻ എടുക്കണം. പക്ഷേ ഈ പ്രോസസ്സിങ് എല്ലാം നടക്കുമ്പോൾ കുറച്ച് ഡിലേ വരാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. അപ്പോൾ പിന്നെ സർക്കാർ പറയുന്ന പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടും, പെട്ടെന്ന് നിങ്ങൾക്ക് നമ്പർ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കെ-സ്മാർട്ടിൽ തന്നെ പെർമിറ്റും നമ്പറിൻ്റെ അപേക്ഷ ഒരേ സോഫ്റ്റ്വെയർ, അതായത് ഒരേ പ്ലാറ്റ്ഫോമിൽ കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് കിട്ടൂ. ഇതിപ്പം മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ കെ-സ്മാർട്ടിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. അപ്പോൾ ഇതിനി അടുത്ത വർഷമെല്ലാം ആകുമ്പോഴേക്ക് സ്മൂത്തായിട്ട് പോകുന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ പെട്ടെന്ന് ഓടി വന്നിട്ട് എനിക്ക് നമ്പർ വേണം എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിങ് ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇത് എല്ലാവർക്കും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കെട്ടിട നമ്പർ ലഭിക്കുവാനുള്ള ഇപ്പോഴത്തെ പ്രോസസ്സ്. അപ്പോൾ പൊതുജനങ്ങളും സഹകരിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ഇതെല്ലാം ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമിലാകുമ്പോൾ എല്ലാവരും പഠിച്ചു വരണം. അപ്പോൾ നിങ്ങളും ഇതിനെപ്പറ്റി ഒന്ന് ബോധവാന്മാരായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ഈ ചാനൽ കൂടി പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരെ ബൈ.